എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 11 ശ്ലോകം 36, 37, 38, 39, 40 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. വൃന്ദാവനത്തിലെ രാമനും കൃഷ്ണനും ഗോപന്മാരും കൂടിയിട്ട് എന്തൊക്കെ കളികളാ കളിച്ചത് എന്നുള്ള അതിമനോഹരമായ ബാലലീലകളുടെ മനോഹരമായ വർണ്ണനയാണ്. എന്തൊക്കെ കളികൾ കളിച്ചില്ല എന്ന് പറയാം. അങ്ങനെയാണ് അവരുടെ കാട്ടിലുള്ള കളികൾ. അത്രയും ആസ്വദിച്ചു അവര്. വൃന്ദാവനത്തിനെ കണ്ടപ്പോ ഭഗവാനും ഏട്ടനും വളരെ സന്തോഷമായി എന്ന് പറയണു. ഏട്ടാ നോക്കൂ, എന്താ വൃന്ദാവനത്തിന്റെ ഒരു ഭംഗി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യാസീദുത്തമാ പ്രീതി രാമമാധവയോർനൃപ. വൃന്ദാവനത്തിന്റെ ആ അത്യുത്തമമായിട്ടുള്ള ആ പുണ്യസ്ഥലത്തിന്റെ മഹത്വം എത്രയാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയാവണില്ല ശ്രീ ശുഖബ്രഹ്മർഷിക്ക്. അതാണ് മനോഹരമായിരിക്കുന്ന ആ വൃന്ദാവനത്തെയും സമീപത്തിലുള്ള അവിടെയുള്ള ഗോവർദ്ധനം എന്നു പേരായിട്ടുള്ള പർവ്വതത്തെയും യമുനാ നദിയെയും അതിലിങ്ങനെ പലയിടത്തും പൊങ്ങിക്കിടക്കുന്ന മണൽത്തിട്ടുകളെയും കണ്ടപ്പോ യോഗികൾക്ക് കൂടി ആനന്ദത്തെ നൽകുന്ന ബലരാമനും മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും കൂടി അത്യുത്തമമായിരിക്കുന്ന സന്തോഷമുണ്ടായി എന്ന് പറയണു. അതാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണു. ഏട്ടാ നോക്കൂ ഏട്ടാ, എന്താ ഭംഗി. യമുനാ നദി ഇങ്ങനെ ഒഴുകണു, അതിൻ്റെ ഉള്ള തിട്ടുകളും അതിന്റെ ചുറ്റും നിൽക്കുന്ന മരങ്ങളും അതിമനോഹരം അല്ലേ ഏട്ടാ. അതേ കണ്ട, അതേ കൃഷ്ണ പറയുന്നുണ്ട്. കുട്ടികളെല്ലാവരും കൈകൊട്ടി ചിരിച്ച് ഹായ് എന്ത് രസാ കാണാൻ, നമുക്ക് ഇവിടെ നല്ലോണം കളിക്കാല്ലേ കണ്ണാ ചോദിക്കണ്ടോ. അത്തേ നമുക്കിങ്ങനെ യമുനയിൽ നീന്തി തുടിച്ച് കളിക്കണം എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറഞ്ഞ് വളരെ ആനന്ദത്തോടു കൂടിയിട്ടാണ് വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കണത്. ആ ഗർഗഭാഗവതത്തിൽ പറയുന്നുണ്ട്, രാധാദേവി ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോണു എന്ന് പറഞ്ഞപ്പോ ഗോലോകത്തിലാണ് രാധാകൃഷ്ണന്മാരുടെ താമസം. അപ്പൊ രാധാദേവി പറഞ്ഞു ഞാനില്ല, ഞാൻ അവതരിക്കുമ്പോ രാധ ഇല്ലാതെ പറ്റില്ലല്ലോ, രാധ വരൂലേ ചോദിച്ചപ്പോ പറഞ്ഞു ഞാനില്ല, കണ്ണൻ പൊക്കോളൂ. അതെന്താ രാധയില്ലാതെ ഞാനെങ്ങനെ പോവാ, അവിടെ താമസിക്കണ്ടേ. അപ്പൊ രാധ പറഞ്ഞു ഈ ഗോവർദ്ധനവും യമുനാ നദിയും ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞാനില്ല. അപ്പൊ ഗോലോകത്തിലുള്ളതാണ് വൃന്ദാവനം, ഗോലോക വൃന്ദാവനം, അവിടെ യമുനാ നദി ഗോവർദ്ധനം ഇതൊക്കെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരില്ലേ വൃന്ദാവനത്തിലേക്ക്. അങ്ങനെ ആ ഗോലോകത്തിലുള്ള വൃന്ദാവനം അത് മുഴുവൻ ആ ഗോവർദ്ധനവും യമുനാ നദി ആ മണൽത്തിട്ടുകളും ആ പുൽത്തകിടുകളും എല്ലാം അവിടെയുള്ള പോലെ തന്നെ അങ്ങനെ തന്നെ ഇവിടേക്കാ കൊണ്ടുവന്നു. അങ്ങനെയാണെന്നാണ് പറയണത് ഗർഗഭാഗവത്തിൽ പറയേണ്ടത്. അങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള വൃന്ദാവനം ഭഗവാനും ഈ വ്രജവാസികൾക്കും താമസിക്കാൻ വേണ്ടി പ്രത്യേകം സൃഷ്ടിച്ച ഒരു സ്ഥലം, പുണ്യ സ്ഥലമാണ്. അവിടെ നിന്ന് കാല് കുത്തിയാൽ തന്നെ പരമ പുണ്യമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ വൃന്ദാവനത്തില് അന്നത്തെ അതുപോലെയുള്ള മനോഹാരിതയൊന്നും ഇന്നില്ല എങ്കിലും ഭഗവാൻ കളിച്ച മണത്തരിയിലും ഭഗവാന്റെ പാദങ്ങളുടെ സ്പർശം ഇപ്പോഴും ഉണ്ട്. നമുക്ക് അനുഭവം ആവും അവിടെ ചെന്ന്. അവിടെ പോകേണ്ടതാണ് എല്ലാവരും ഒരു തവണയെങ്കിലും. ഏവം വ്രജൗകസാം പ്രീതിം യച്ഛന്തോ ബാലചേഷ്ടിതൈഃ കളവാക്യൈ സ്വകാലേന വത്സപാലൗ ബഭൂവതു. അങ്ങനെ കളികൾ അങ്ങോട്ട് തുടങ്ങി. പിന്നെ കുട്ടികള് അവിടെ ചെന്ന മുതല് അങ്ങനെ അതിമനോഹരങ്ങളായിരിക്കുന്ന കുട്ടിക്കളികൾ കൊണ്ടും മനോഹര ഭാഷിതങ്ങൾ കൊണ്ടും നല്ല രസമായിട്ട് പാട്ടുപാടി അവിടെയൊക്കെ എല്ലായിടത്തും മരത്തിൽ കയറിയിട്ടും ഓടിച്ചാടി കളിച്ചിട്ടും വ്രജത്തിലുള്ളവർക്കൊക്കെ അതിസന്തോഷം. ആ കണ്ണന്റെയും രാമന്റെയും കുട്ടികളുടെയും കളികള് എല്ലാ ദിവസവും അവർക്ക് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്ന ബലരാമനും ശ്രീകൃഷ്ണനും ക്രമേണ വളർന്ന് പശുക്കുട്ടികളെ മേയ്ക്കുന്നതിന് മതിയായ പ്രായത്തിലെത്തി എന്ന് പറയുന്നു. വത്സപാലവും ബഭൂവതും. അത് 6 വയസ്സ് കഴിഞ്ഞാലാണത്രേ പശുക്കുട്ടികളെ മേയ്ക്കാനുള്ള
പ്രായം ആവുക. അതേവരെ കാട്ടില് പോയി കളിക്കലേ ഉള്ളൂ. 6 വയസ്സായാൽ പശുക്കുട്ടികളെ മേയ്ക്കാനുള്ളതായി. പിന്നെ കുറച്ചും കൂടി വലുതായാലാണ് പശുക്കളെ മേയ്ക്കാനുള്ള പ്രായമാവുള്ളൂ. അങ്ങനെ അവര് വളർന്ന് പശുക്കുട്ടികളെ മേയ്ക്കാനുള്ള പ്രായം എത്തി എന്ന് പറയുന്നു. അവിദൂരേ വ്രജഭുവ സഖഗോപാലതാരകൈഃ ചാരയാമാസ ദുർവത്സാൻ നാനാക്രീഡാപരിചദൗ. അമ്മ അച്ഛനൊക്കെ പിരിയാൻ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പിരിഞ്ഞ് ഇരിക്കാൻ അത്രയല്ലേ പ്രായമായിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പോയി പാല് കുടിക്കണം കണ്ണന്. അങ്ങനെ അധികം ദൂരെ അല്ലാത്ത കുറച്ച് പുല്ലൊക്കെ ഉള്ള ധാരാളം സ്ഥലമുണ്ട്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ചെറിയ കാട് എന്ന് പറയാം, ഓടക്കുഴല്, മാട് മേയ്ക്കാനുള്ള കോല്, പന്ത് മുതലായുള്ള കളിക്കോപ്പുകള് ഇതൊക്കെ എടുത്തിട്ട് ആ ഗോപകുമാരന്മാരോട് കൂടി ചേർന്ന് രാമകൃഷ്ണന്മാര് പശുക്കുട്ടികളെ അങ്ങനെ മേய்ച്ചോണ്ട് നടന്നു. ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴല് വിളിക്കും ആ പശുക്കുട്ടികളെ മേയ്ക്കാൻ വിട്ടിട്ട്. എന്നിട്ട് ഓടക്കുഴല് വിളിക്കും. കുറെ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പന്ത്, കോല്, പന്ത് കളി, പലതരം കളികൾ അവര് കളിക്കും. പശുക്കുട്ടികൾ ദൂരെ പോയി കഴിഞ്ഞാൽ അവരെ ആട്ടിക്കൊണ്ട് അടുത്തേക്ക് തന്നെ വരണം. അവയ്ക്ക് തിന്നാൻ പുല്ല് പറിച്ചു കൊടുക്കുക, പുല്ലുള്ള സ്ഥലത്ത് അവയെ നിർത്തുക. പശുക്കുട്ടികളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം അതുപോലെയൊക്കെ ഈ രാമകൃഷ്ണന്മാരും കുട്ടികളും ചെയ്തു. പുല്ലുള്ള സ്ഥലത്തുനിന്ന് വെയിൽ വന്നു കഴിഞ്ഞാൽ വേഗം അവരെ മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ദൂരെ പോയാൽ അവരെ തിരിച്ചു കൊണ്ടുവരും. കളിയുടെ ഇടയിൽ ഇതൊക്കെ നല്ല ശ്രദ്ധയാ, എവിടേക്കാ പശുക്കുട്ടികൾ പോണേന്നുള്ളത്. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ കളികൾ അവര് കളിച്ചു കാട്ടില്. ക്വചിത് വാദയതോ വേണും ക്ഷേപണേ ക്ഷിപത കുജിൽ കുജിൽ പാദേ കിങ്കിണീഭി കുജിൽ കൃത്രിമഗോ വൃഷൈ വൃഷായമാണൗ നർദന്തൗ യുയുധാദേ പരസ്പരം. എന്തൊക്കെ കളികളാ, എങ്ങനെയൊക്കെ അവര് കളിച്ചതെന്ന് പറയാ. ചില ദിക്കില് കുട്ടികളോട് കൂടി ഇരുന്നിട്ട് ഓടക്കുഴൽ വായിക്കും. ഒരു പാറപ്പുറത്ത് അങ്ങോട്ട് കയറി ഇരുന്ന് അങ്ങനെ വായിക്കും. ഇപ്പൊ കുട്ടികളെ അനങ്ങില്ല. അത് കേൾക്കുമ്പോ അവർക്ക് എന്താ ഒരു രസം, അതിലിങ്ങനെ ലയിച്ചു നിൽക്കും. അപ്പൊ കുറെ നേരം കഴിഞ്ഞാൽ അത് മാറ്റും ഭഗവാൻ. എന്നിട്ട് ഈ കവണ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾ കവണ കൊണ്ട് നെല്ലിക്ക, അവിടെ ധാരാളം മരങ്ങളുണ്ട്, അതിലൊക്കെ നെല്ലിക്കയുണ്ട്, മാങ്ങ, അതൊക്കെ ഇങ്ങനെ നല്ല അതിവിദഗ്ധമായിട്ട് കണ്ണൻ അതൊക്കെ പെട്ടെന്ന് എറിഞ്ഞു വീഴ്ത്തുന്നാ പറയണത്. ചിലപ്പോ ആ ചെലങ്ക കെട്ടിയ കാലുകൾ കൊണ്ട് ചാടി ചാടി കളിക്കും, നല്ല ഡാൻസ് ചെയ്യും. ചിലപ്പോ മാട് മേയ്ക്കുന്ന കുട്ടികളുടെ മേല് കമ്പിളിയൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് അമ്മ. തണുപ്പുണ്ടാവുമ്പോ ഇത് പുതയ്ക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമ്പിളി കൊണ്ട് മൂടിയിട്ട് ഞാൻ പശു നീ കാള എന്ന് പറഞ്ഞിട്ട് അവരെ മൂടി കളിക്കുമ്പോ അവരുടെ കൂട്ടത്തിൽ ചേർന്ന് അതുപോലെ പശുക്കളുടെയും കാളകളുടെയും ഒക്കെ വേഷം കെട്ടി അവയെ പോലെ ഇങ്ങനെ ശബ്ദിക്കുന്ന പറയണേ. കാളയുടെയും പശുവിന്റെയും എന്നൊക്കെ കാളയുടെ ശബ്ദം ഉണ്ടാക്കും, പശുവിന്റെ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ പശുവും കാളയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തില്ലേ, അതുപോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുക, യുദ്ധം ചെയ്യുക, ചവിട്ടുക, ഇങ്ങനെയൊക്കെ എല്ലാ കളികളും അവര് കളിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അനുകൃത്യരുതേ ജന്തു ചേരതു പ്രാകൃതൗ യഥാ. അരയന്നങ്ങള്, മയില്, കുയില് മുതലായ പക്ഷികളും മറ്റും കരയണ ശബ്ദം അതുപോലെ ഈ കണ്ണൻ അനുകരിച്ച് പാടുന്ന പറയണത്. നല്ല മിമിക്രിക്കാരനാണ്. ആദ്യത്തെ മിമിക്രിക്കാരൻ നമ്മുടെ കണ്ണനാ. അപ്പൊ ഇത് കേൾക്കുമ്പോ കണ്ണന്റെ ശബ്ദം കണ്ണൻ ഇങ്ങനെ അനുകരിക്കുമ്പോ ആ ഹംസങ്ങള്, മയില്, കുയില് അങ്ങനെയുള്ള പക്ഷികളൊക്കെ അതിനനുസരിച്ച് അവരും ശബ്ദിക്കും. ഇങ്ങനെ സാധാരണ മനുഷ്യക്കുട്ടികള് ബാല്യത്തില് ചെയ്യുന്ന അങ്ങനെയുള്ള ആ കളികളും മുഴുവനും കളിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനും രാമനും കാടുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. എന്താ രസം അല്ലെ. വൃന്ദാവനത്തിലെ പുല്ലായി ജനിച്ചിരുന്നെങ്കിൽ ഒരു കല്ലായി മാറിയെങ്കിൽ എന്നൊരു കവി പാടിയിട്ടുണ്ട്. ആ വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ട് ജനിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കല്ലായാൽ മതി. ഭഗവാന്റെ ആ കുഞ്ഞു പാദങ്ങളുടെ സ്പർശം ഏൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമല്ലോ എന്നാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.